മുഖ്യമന്ത്രി സൂര്യൻ എന്നു പറഞ്ഞത് വ്യക്തിപൂജയല്ല. CPM വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ലെന്ന് MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി സൂര്യൻ എന്നു പറഞ്ഞത് വ്യക്തിപൂജയല്ലെന്നും CPM വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ലെന്നും വ്യക്തമാക്കി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സാഹിത്യകാരന്മാരുടെ ക്രിയാത്മക വിമർശനത്തെ നല്ല കാതുകൂർപ്പിച്ച് കേൾക്കാനും കാണാനും മാറ്റങ്ങൾ ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾക്ക് മുഖ്യമന്ത്രിക്ക് അടുത്തേക്കെത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് സാഹിത്യകാരന്മാരെയും മറ്റും തെറ്റിദ്ധരിപ്പിച്ചു. ഏത് വിമർശനപരമായ നിലപാടുകളെയും ശരിയായ രീതിയിൽ കാണാനും തിരുത്താനും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ പാർട്ടികൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. വിശ്വാസം സംരക്ഷിക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാകാത്ത രാമക്ഷേത്രം നേരത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയമാണ്. വിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്നത് വർഗീയ നിലപാടാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ദേശീയ രാഷ്ട്രീയത്തിൽ അനിവാര്യമാണെന്നതിന്റെ തെളിവാണ് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. നവകേരള സദസ്സ് വിജയമായിരുന്നു. കേന്ദ്ര നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സഹായിച്ചു. നവകേരള സദസ്സിൽ ലക്ഷങ്ങൾ അണിനിരന്നു. ബദൽ പരിപാടി ശോഷിച്ചു പോയതാണ് നവകേരള സദസ്സ് ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവ്. രാഷ്ട്രീയ സമനില തെറ്റിയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കുന്നു. ഇതിൽ കോൺഗ്രസിൻ്റേത് ഇരട്ടത്താപ്പ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഈ അന്വേഷണം. പാർട്ടിക്ക് ഒരു ബാധ്യതയുമില്ല. അന്വേഷണം പിണറായി വിജയൻ്റെ മകൾ ആയതുകൊണ്ട്. പിണറായി വിജയനെ കിഴിച്ചാൽ പിന്നെ അന്വേഷണമില്ല. ഇതിൻ്റെ പേരിൽ CPM പ്രതിക്കൂട്ടിലാകില്ല. സർക്കാർ വകുപ്പിനെതിരെയും അന്വേഷിച്ചോട്ടെ എന്ന് MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു.